ഹലോ എടാ, നീ എവിടെയാണ്? നീ എപ്പോരാന്ന് പറഞ്ഞതാ? എടാ, ചെയ്യുന്ന പണിയുടെ അടുത്ത് ഇത്തിരി ഒരു ആത്മാർത്ഥത വേണം. ഇപ്പം തന്നെ 5 മിനിറ്റ് ലേറ്റായി. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ പിള്ളേരെല്ലാം ലൈൻ ബസ് പിടിച്ചിട്ട് പോകും. വേഗം വാ. ബസ് സ്റ്റാൻഡിലേക്ക് വിട്. എടാ, 2 പൊക്കിൾസ്. ആരുടെ? അങ്ങോട്ട് നോക്കളിയാ കപ്പിൾസ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മള് സ്കൂളിൽ പഠിച്ച കാലം ഓർമ്മയില്ലടാ. ശരിയാ, അന്ന് നമ്മൾ ഇതേപോലെ സിപ്പപ്പും ചപ്പിയോണ്ട് കൊറേ നോക്കിയുന്നുണ്ട്. മോളെ, പഠിക്കാൻ പോയതാണോ? അല്ല, പറിക്കാൻ പോയതാ. വണ്ടി എടുത്തു. പിള്ളേർക്ക് പണ്ടത്തെ പോലെ ഈ ഒച്ചപ്പാടിൻ്റെ പാലടത്തുകൊണ്ട് ഒരു ഇഷ്ടമല്ലേ ഒന്നുണ്ട്. എടാ, നിനക്ക് വെറുതെ തോന്നനാണ്. ഞാനേ മിനിഞ്ഞാന്ന് ഈ സാധനങ്ങൾ കാട്ടി പിള്ളേർക്ക് പറയാണ് ഇനിയും വേണം 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 എന്നൊക്കെ. നീ വേണമെന്നായിരിക്കും ചിലപ്പോ പറയണ്ടത്. ഞാനേ ആ ചിക്കനൊന്ന് മുട്ടി നോക്കട്ടെ. നീ ഇവിടെ വന്നിട്ടേ എല്ലാവരും നോക്കിക്കണ സമയത്ത് കറക്റ്റ് ആവേശം കൊള്ളിക്കണം. അതേപോലെ ഇവിടെ വന്നിട്ടൊന്ന് പൊക്കണം. എടാ, വണ്ടി. വീട്ടില് പെണ്ണൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാനെന്തായാലും അച്ഛൻ്റെ അടുത്ത് പറയാൻ പോവാ, ഇനി അന്വേഷിക്കണ്ടാന്ന്. എനിക്ക് എപ്പോഴേ തോന്നി ചേട്ടൻ കൊണ്ടുവരാണല്ലേ. ഹലോ, പെട്രോൾ കഴിഞ്ഞ് നീ ഒരു 50 രൂപ ഒന്ന് ജീപ്പ് ചെയ്തടാ. ഞാനതിന് ഒരു 5000 രൂപ ഡെയിലി എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എടാ, ഒരു 50 രൂപ അയച്ചടാ. വണ്ടി വഴി കിടക്കണ പെട്ടെന്ന് അയച്ച്. ഞാനതിന്റെ 4 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. അഡ്വാൻസ്? നീ എന്തൊക്കെയാടാ പറയണേ? കാശ് നമുക്കൊരു വിഷയമല്ലല്ലോ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കാശൊരു വിഷയമേ അല്ലാതെ. പൊക്കി കാണിക്കും ഞാൻ. എന്റെ പൊന്നു മോനെ, നിനക്ക് പണ്ടുള്ളതാണ് ഈ പെമ്പിള്ളേരെ കാണുമ്പോ സൂക്കേട്. വെറുതെ അല്ല നിനക്ക് പെണ്ണിട്ടാ. മോള് അതൊന്നും വിശ്വസിക്കരുത്. മോള്